ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രം സൂവിലേക്കാണ്. അപ്പം ഇതാണ് അതിൻ്റെ എൻട്രി. ഞാനവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാഗ് എൻ്റെ അപ്പുറത്തെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് എവിടെയാണെന്നൊക്കെ ഞാൻ പോയി ഇങ്ങനെ നോക്കുകയാണ്. ഇതാണ് അപ്പോൾ അതിൻ്റെ വ്യൂ. ആ സൂവിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വ്യൂ ആണിത് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. അപ്പോഴേക്കും ഞാൻ ബാഗെല്ലാം വെച്ച് മെല്ലെ ഉള്ളിൽ കയറി. ആദ്യം തന്നെ കണ്ടത് ഒരു വലിയ ഗൗറിനെയാണ്, ഇന്ത്യൻ വൈൽഡ് ഗൗർ. അപ്പോൾ ഇതിന് പലവരും ബൈസെന്നും പിന്നെ കാട്ടുപോത്തെന്നും അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതല്ല, ഇറ്റ് ഈസ് ഗൗർ, വൈൽഡ് ഗൗറാണത്. ഇത് പിന്നെ ലോങ് ടൈം മെക്കാക്കുവിൻ്റെ ഇതാണ്. അവിടെ രണ്ടെണ്ണം ഇരിക്കുന്നു കണ്ടു. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിച്ചു ഇതൊക്കെ ഇങ്ങനെ ചാടി വരാവുന്നതല്ലേ ഉള്ളൂ അവിടുത്തെ മരങ്ങളിൽ നിന്ന്. ഞാനിങ്ങനെ ഓർത്തു, ചാടി അപ്പുറത്ത് പോകാനുള്ളതല്ലേ ഉള്ളൂ എന്ന് ഓർത്തു ഞാൻ. പിന്നെ ഇത് വേറൊരു കുരങ്ങാണ്. അതിൻ്റെ പേര് സംതിങ് എന്തോ ഒരു മെക്കാക്കാണ്. അപ്പം അത് ബേക്കിൽ നിന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ എടുത്തു. അതുകൊണ്ട് പിന്നെ അങ്ങനെ അപ്പോൾ അതിനെയും കണ്ട് അവസാനം ഇങ്ങനെ പോകുമ്പം യമു ആണോ അത്? യമു ആണ്. യമൂനെ കണ്ടു. ആൻഡ് ഇറ്റ് വാസ് ഹ്യൂജ്. പിന്നെ ഇതൊരു മരമാണിത് ഗൈസ്. ഇതിനകത്ത് മൊത്തം ഹോളമാണ്, പക്ഷെ അതിനകത്ത് നിറച്ചും ഇലകളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പിന്നെയും നടന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഐ ഗോ ഫോർ സോളോ ട്രിപ്സിന്. ഇനി പക്ഷികളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ അവരെ കാണുമ്പോൾ നമുക്ക് സങ്കടമാവും. തോന്നും ഒറ്റയ്ക്ക് ഒരു മൂങ്ങേനെ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുക ഒരു വലിയ കൂട്ടിൽ ഒറ്റയ്ക്ക്. നമുക്ക് അതെല്ലാം കാണുമ്പോൾ സങ്കടമാവും. പിന്നെ 2 വൾച്ചേഴ്സ് ഉണ്ട്. കുറച്ച് വൾച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇൻഫാക്ട് വൾച്ചറിനെ കുറിച്ച് എനിക്കറിയില്ല. ഇത് ചത്ത സാധനങ്ങളിലാണ് കഴിക്കുക, അല്ലാണ്ട് അതിന് സ്വന്തമായിട്ട് കൊന്ന് തിന്നാനുള്ള ശേഷിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കപ്പാസിറ്റി ഒന്നും അതിനകത്തില്ല. അതിൻ്റെ സ്പെസിഫിക്കേഷൻസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ വീണ്ടും ഒരു വൾച്ചർ ഇരിക്കുന്നുണ്ട്. അതൊരു കുഞ്ഞായിരുന്നു കേട്ടോ. അതൊരു കുഞ്ഞായിരുന്നു. അത് ആ സൈഡിൽ പോയപ്പം ഞാൻ നോക്കുമ്പം അത് അവിടെ നിന്ന് മാറുന്നേ ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് അടുത്തുനിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ തന്നെ നോക്കി. പിന്നെ അവിടെ ഒരു പരുന്ത് ഇരിക്കുന്നുണ്ട്, ഒരു കൃഷ്ണപ്പരുന്ത് എന്നൊക്കെ പറയും. ഇതാണ് ഗറില്ല. ഇത് ചമ്പൽ റിവറിൽ മാത്രമുള്ളൊരു സ്പീഷീസാണ്. പക്ഷേ അങ്ങനെയല്ല, എല്ലാവരെയും ഇത് കൊണ്ടിടുമ്പോൾ ഉണ്ടാവുമല്ലോ. ആൻഡ് അവിടെ ഒരു 3 ഗറില്ല ഉണ്ടായിരുന്നു. ഈ ഗറില്ലായും ക്രോക്കോഡൈലും വേറെ വേറെ സ്പീഷീസാണ്. 2 കാണാൻ ഒരേമാതിരി ഉണ്ടെങ്കിലും വേറെ വേറെ സ്പീഷീസാണത്. സോ വേറെ വേറെ ആനിമൽസാണ്. ആൻഡ് ഇതൊരു വലിയ ഗറില്ലായിരുന്നു. അതിനെക്കാട്ടിലും ഏറ്റവും വലുതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങോട്ട് നടന്നപ്പോൾ പിന്നെ കുറേ ഫ്ലമിംഗോസ്, കുറേ ഡക്സ്, കുറേ ഐബിസ്, കുറേ ലൈക്ക് ബേർഡ്സിനെ ഒരു വലിയ കേജിനകത്തിട്ടിട്ട് അതിനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊക്കെ മൈഗ്രേറ്റൊക്കെ ചെയ്ത് അതിൻ്റെ ലൈഫെല്ലാം ഇങ്ങനെ നന്നായിട്ട് ആസ്വദിക്കേണ്ടതല്ലേ. ഇത് പാവനി ഇവിടെ കിടന്നിരുന്നവർ. അപ്പം എനിക്ക് ഒരുമാതിരി ആയിപ്പോയി. അയ്യോ പാവങ്ങൾ എന്ന് വിചാരിച്ചു. ബേർഡ്സിനെങ്കിലും അവർക്ക് വിടാൻ പറ്റില്ലായിരുന്നു എന്ന് ഞാനിങ്ങനെ ഓർത്ത് പോയി. പെട്ടെന്ന് എനിക്ക് സങ്കടം വന്നിട്ട്. മറ്റെന്ത് ചെയ്യാനാണ്, ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ വലിയ വേറെ ആൾക്കാർക്ക് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന ബേർഡ്സിൻ്റെ ലിസ്റ്റ്. നമുക്ക് പോസ് ചെയ്തിട്ട് വായിക്കാം കേട്ടോ എന്തൊക്കെയാണെന്നും. പിന്നെ ഞാൻ അവിടെ ഗ്ലാസിൻ്റെ ഒരു വോളിൽ ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഗ്ലാസ്സസ് ഒന്നും അത്ര ക്ലീനല്ല. അതുകൊണ്ട് അത് അവിടുന്ന് അത്രയും നന്നായിട്ടുള്ള വ്യൂവോ അങ്ങനെയൊന്നും കിട്ടില്ല. നമുക്ക് ഗ്ലാസിൻ്റെ ഷേപ്സും ഗ്ലാസിൻ്റെ ചിലവിടെയൊക്കെ പോകുമ്പോൾ മൊത്തം പായലെല്ലാം പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കൂടി നോക്കിയാൽ നന്നായിരുന്നുണ്ട്. ആൻഡ് ഇതാണ് ഓട്ടർ, സീ ഓട്ടർ എന്നെല്ലാം പറയില്ല, അതാണ് ഇത്.
ഐ തിങ്ക് നീർനായ എന്നാണ് മലയാളത്തിൽ പറയാൻ തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചത് അപ്പുറത്തല്ലേ, ഇനി കാണൂലല്ലോ നോക്കിച്ചു. ഇവിടെ ഒരാൾ ഇങ്ങനെ കാലുമായിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്നു. ശേഷം ഓ കിട്ടി, ഒരെണ്ണത്തിന് കിട്ടിയെന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം അതിങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരെ ഓട്ടത്തെ കളിയാണ്. ഇത് കണ്ടോ, അവർക്ക് ബോളൊക്കെ വെച്ചിട്ടുണ്ട് അവർക്ക്. കണ്ടോ അത് വന്ന് വീഴുന്ന കണ്ട. ഇൻഫാക്റ്റ് ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ ഇനി എല്ലാ ദിവസവും കോണ്ടൻ്റ് ഒക്കെ ഇടാൻ നോക്കാം. ഇത് കണ്ടോ, ഇതാണ് ഓട്ടം. ഇതാണ് അതിൻ്റെ നോ ഫീഡിങ് ആണെന്ന് പറയുന്നത്. ഇതാണ് സ്ലോത്ത് ബെയർ. ആ ബെയർ എൻ്റെ അമ്മേ സങ്കടമാവും. അത് ഇതോട്ട് അതുവരെ നടക്കും, പിന്നെ അതോട്ട് ഇതുവരെ നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. നമുക്ക് വിചാരിക്കും ഒരു സർക്കസിലാണ് നമ്മൾ പോണേന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷോ കാണാൻ വേണ്ടിയിട്ട് അത് ഇങ്ങോട്ടും നടക്കില്ല. അതേന്ന് ഇതിനകത്ത് ആമ, പിന്നെ കുറേ ടൈപ്സ് ഓഫ് ബേർഡ്സൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് പ്രശ്നം, അതിനൊന്നും കാണില്ല. പ്ലസ് അതിൻ്റെ കണ്ടോ, ഇതാണ് ശരിക്കുള്ള അവസ്ഥ. കണ്ടോ, നമ്മളിവിടുന്ന് ഫോട്ടോ എടുക്കുക, അവിടെ നിന്ന് അത് രണ്ടെണ്ണം ഉള്ളിലുണ്ടാവും. എനിക്ക് അത് തന്നെ കണ്ടപ്പോൾ ഒരു എപ്പിക് പിക്ചറായിട്ട് ഇങ്ങനെ തോന്നി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആൾക്കാർ പോകുന്നു, നമ്മളതിനെ നോക്കുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലോ പറയുന്നു. ശരിക്കൊരു സങ്കടകരമായ ഇതാണ്. മേ ബി ഞാൻ പിക്കോളൻസിൻ്റെയും ഡോട്ട് ഒക്കെ വലിയ ഫാനായതുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്താ വെച്ചാൽ ചെറുപ്പത്തിലൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. അങ്ങനെ അവിടെ ഒരു സിംഹമാണ് കിടക്കുന്നത്. സിംഹത്തിന് വലുതായിട്ട് കിട്ടിയില്ല. സിംഹത്തിനെ ഫുള്ളായിട്ട് എനിക്ക് നോക്കാനൊന്നും പറ്റിയില്ല. അവിടെ നിന്ന് ചെറുതായിട്ടേ കണ്ടുള്ളൂ. പിന്നെ ഒരു ഓസ്ട്രിച്ച്, യമു എന്നൊക്കെ കണ്ടു. ഐ തിങ്ക് ദിസ് ഇസ് വലിയ യമുകളാണിത്. കടല കാണാൻ. പിന്നെ ഇതായിരുന്നു സീൻ. അവിടെ മറ്റേ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെള്ളം ആക്കിയിട്ട് അവർ അത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പം ഹിപ്പോ ഇങ്ങനെ മേലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഗാർഡ് ചീത്ത പറയണം അതിനെ, ലൈക്ക് എടാ അവിടെ നിൽക്കടാ അങ്ങനെ പറഞ്ഞിട്ട് ചീത്ത പറയും. ഞാൻ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ നോക്കിയത്, ചീത്ത പറയുമ്പോൾ അത് മെല്ലെ അനങ്ങുന്നുള്ളൂ. അവിടെ തന്നെ നിൽക്കുക. അതിൻ്റെ അത് മെല്ലെ കയറി വരുന്നുണ്ടാ, മെല്ലെ കയറി വരുന്നു. എനിക്ക് അതിൻ്റെ സൈസും ഒരു മനുഷ്യൻ്റെ സൈസും വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും എത്ര സൈസ് ഉള്ളതാണ്. നമ്മൾ മറ്റേ സാധാരണ ഫോട്ടോസിലെല്ലാം കാണുമ്പോൾ അയ്യോ കുഞ്ഞൊരു സാധനം അങ്ങനെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അത് ഭയങ്കര സൈസുണ്ട്. അതൊരു മനുഷ്യൻ്റെ കൂടെ മനുഷ്യനപ്പുറത്ത് ഇതായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റില്ല് മാതിരി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിന് എത്ര വലിയ സൈസാണ്. അങ്ങനെയായിരുന്നു അത്. ഹിപ്പോണം. ഐ തിങ്ക് അത് അമ്മയും അച്ഛനും കുട്ടിയാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. അതിൻ്റെ സൈസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. അവസാനം അവർക്ക് അവിടെ എന്തോ കേവും അത് എന്തോ ഉണ്ടെന്ന് തോന്നിപ്പോൾ അത് അവർ അങ്ങോട്ട് പോകാൻ വേണ്ടി. അതിൻ്റെ അപ്പുറത്തുണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ആളത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് വെയിറ്റൊക്കെ. അവിടെ കുറേ ഡിയറൊക്കെ ഉണ്ടായിരുന്നു. കുറേ സാമ്പാർ ഡിയറും കുറേ ബ്ലാക്ക് ബക്കിനെയൊക്കെ കണ്ടു. ഇതേതാണോ ഒരു സാമ്പാർ ഡിയറാണോ തോന്നുന്നു, സ്പെസിഫിക്കേഷൻ ആണ്.
ആ കണ്ടു, സാമ്പാർ ഡിയറാണത്. അങ്ങനെ പിന്നെ അവസാനം ആടി ഇരുന്നപ്പം വേറെ കുറേ ഡിയേഴ്സിനെയും കാര്യങ്ങളിലൊക്കെ കണ്ടു. പിന്നെ ഇത് എൻ്റെ അച്ഛമ്മയാണ്, എൻ്റെ 2 അച്ഛമ്മമാരാണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഓരോരോ വീഡിയോസ് കണ്ടപ്പോൾ ഞാനിങ്ങനെ അതെല്ലാം ഡൗൺലോഡ് ഇട്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അവരുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ. 2 പേരും ഇപ്പം മരിച്ചു പോയി, ഇന്നിവിടെ ഇല്ല. എന്നാലും ഞാൻ ഓർത്തു അവരെ പെട്ടെന്ന് കണ്ടപ്പോൾ. അങ്ങനെ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കുകയാണ്. ഇതാണ് ബ്ലാക്ക് ബക്ക്. ഇപ്പം കണ്ടത് ബ്ലാക്ക് ബക്സ് ആണ്. പിന്നെ ഇതാ പിന്നെയും ആ സൈഡിൽ നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ കണ്ടില്ലേ ഗൗറ്, അതിൻ്റെ വേറൊരു സൈഡാണത്. ആൻഡ് ഇവിടെ കുറേ പക്ഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഇതൊരു വേറൊരു ടൈപ്പ് ഓഫ് സ്പീഷീസാണ്. ഒരു വലിയൊരു സാധനമാണ്. നമ്മളിവിടെയൊക്കെ വരുമ്പോഴാണ് കുറേ സാധനം നമ്മളറിയാത്ത തന്നെ കാണുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞിട്ട് നമ്മളിതിങ്ങനെ അത് നോക്കും. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഡിയർ ഫാമിലിത്തെ ആൾക്കാരാണ്. ഞാനൊരു രാവിലെ ഒരു 9-9:30 ആയപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണർന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ അടിച്ചു വാരി അങ്ങനെയൊക്കെ ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതാണ് ശരിക്കുള്ള നമ്മുടെ കുത്തുള്ള ഡിയർ എന്ന് പറയുന്നത്. സാധാ ഡിയർ ഇതാണ്. അങ്ങനെ ഇവിടെ ഒരുവിധം എല്ലാം ഉണ്ട് കേട്ടോ. സിംഹം ഉണ്ടായിരുന്നു, വൈറ്റ് ടൈഗർ ഉണ്ടായിരുന്നു, കുറേ വലിയ വലിയ ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. അവസാനം നമുക്ക് ഇങ്ങനെ നടന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താണ് അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇറ്റ് വാസ് നൈസ് ഗോയിങ്. അങ്ങനെ ഒറ്റയ്ക്കെല്ലാം പോയി നമ്മളിങ്ങനെ ഓരോന്നെല്ലാം കണ്ടുപിടിച്ച് നോക്കിയാവുമ്പോൾ ഐ ഫെൽറ്റ് നൈസ്. അവിടെ ഒരു ലെപ്പേർഡാണ്. ലെപ്പേർഡുകളിനെയായിരുന്നു ആ ലെപ്പേർഡ് ആ കേജിന് ഒരു റൗണ്ട് ആയിട്ടുള്ള കേജാണ്. അപ്പം അതിലും ഇങ്ങനെ ചുറ്റി നടക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി അവർ കഴിച്ച് ദഹിക്കാൻ വേണ്ടി അവർക്ക് നടക്കണമല്ലോ. അങ്ങനെ അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു കോഫിയും ഒരു കേക്കും വാങ്ങിച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കുറച്ച് സമയം ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊക്കെ നോക്കി കേക്കും കോഫിയും എല്ലാം കുടിച്ച് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് പോയപ്പോൾ ഇതാ സിംഹിണി വന്നിരിക്കുന്നു. ഇതാണ് ഫീമെയിൽ ലയണാണത്, ലയനസ്സാണിത്. ഒരു ഫീമെയിലാണ്. എനിക്ക് അതിനൊക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നുപോയി. ഒരു അത്രയും കുഞ്ഞു കൂട്ടിലായിരിക്കും ഇട്ടിട്ടിരിക്കുന്നത്. അത് വൈറ്റ് ടൈഗറാണ്. അതിനെ കാണുന്നില്ല, അത് ഉള്ളിലേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം പിന്നെയും കുറേ മാനിങ്ങളുടെയും ഒക്കെ നമ്മൾ കണ്ടു. നല്ലതായിരുന്നു അത്. ഓഫ് കോഴ്സ് നല്ലതായിരുന്നു. പിന്നെ ജാഗ്വൽസിനെ കണ്ടു. അത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കളി കാണാൻ നല്ലതായിരുന്നു. പിന്നെ ഞാനിന്ന് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വിശന്നിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ചു മെല്ലെ നടന്ന് എല്ലാം ഇങ്ങനെ കാണാമായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ കുറേ ബേർഡ്സിനൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. പോർക്കിപ്പൈനാണ്. അതിനകത്ത് ഫുൾ പോർക്കിപ്പൈനാണ്. പക്ഷെ അത് കാണുന്നേ ഇല്ല. അതിൻ്റെ സൂ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സൂവിലത്തെ ഇവർക്കൊന്ന് അയച്ചു കൊടുത്തിട്ടൊന്ന് പറയണേ. ദയവേത് ആ സൂവിൻ്റെ ഗ്ലാസ്സസൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. എൻ്റെ ഇവിടെ സോൾട്ട് വാട്ടർ മറ്റേ ക്രോക്കഡൈൽ, സാധാ ക്രോക്കഡൈൽ നമ്മുടെ അതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്നേക്ക് പാർക്കിലൂടെ ഇറങ്ങി. അതെനിക്ക് അറിഞ്ഞൂടെ അവിടെ എന്തുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന
പ്രൊഹിബിറ്റഡ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇന്നേക്ക് ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്താ അതിനകത്ത് ഉള്ളത്, അതെന്തുകൊണ്ടാണ് അവിടെ പ്രൊഹിബിറ്റഡ് എന്ന് എഴുതിയത് എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് പോകുമ്പോൾ ഒരു ഇൻവെർട്ടർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു, പിന്നെ ഞാൻ കുറേ ബോർഡിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അവർ എടുക്കണ്ട പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് എന്തൊക്കെ ഞാൻ അവിടെ പോയി കണ്ടു എന്ന് എനിക്കൊരു ബോധം വരും. ഇത് മറ്റേ ആമയാണ്, നക്ഷത്രയാമ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്നൊന്നും കുറച്ച് ഫോട്ടോ എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് ബോർഡിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. അത് എന്തിൻ്റെ റീസണാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. നമ്മൾ സൂയിലെല്ലാം പോകുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്നതാണല്ലോ നമ്മൾ ചെയ്യുക. എനിക്കത് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. നമ്മളിതെല്ലാം കണ്ടിട്ട് പോകാനായിരുന്നെങ്കിൽ അവിടെ അങ്ങനെ വരും. എന്നാലും അതല്ലല്ലോ, നമുക്ക് അതിനെക്കുറിച്ച് ഫോട്ടോ എടുക്കുക, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നോക്കും. അങ്ങനെയല്ല, എൻ്റെ അവിടെ വെറൈറ്റി എന്താണ് പാമ്പുകളുണ്ട്. ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുത്തിട്ട് പേടിച്ചിട്ടാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, ഇനി വേണ്ടെന്ന് പറയുമോ. അപ്പം ഞാൻ എല്ലാത്തിനും എനിക്ക് ഓർമ്മയുണ്ടാവണമല്ലോ എന്തൊക്കെയാണ് ഞാൻ കണ്ടതെന്ന്. അവിടെ അത്രയും സാധനങ്ങൾ ഞാൻ കണ്ടുകൊണ്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഇവിടുത്തെ മയിലിൻ്റെ അമ്മ, ഞാൻ അടുത്ത് പറഞ്ഞാൽ ലിറ്ററലി അതിനെനിക്ക് കൈ പിടിച്ച് ഇങ്ങനെയൊക്കെ എനിക്ക് തൊടാൻ പറ്റും. പക്ഷെ അവിടെയുള്ള ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ വല്ലതും പറയും. ആൻഡ് അവർ നാഷണൽ ബേർഡും കൂടിയാണ്. അപ്പോൾ അതിനെ കുറിച്ചതിന് ചിലപ്പോൾ ഷെഡ്യൂളൊന്ന് പ്രകാരം നമ്മളെ മേലെ കേസ് ചാർജ് ചെയ്യാനും അവർക്ക് പറ്റും. ഞാനിങ്ങനെ വെച്ച് ഇനി വേറെ വല്ല പണിയാവോ എന്നെല്ലാം വിചാരിച്ച് ഞാൻ പിന്നെ എടുത്തില്ല. ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവസാനം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, താങ്ക് യു. ഇനി എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇതൊക്കെ ഒന്ന് ചെയ്തേക്കാം.